ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസ് അതുപോലെ ഫങ്ഷൻസ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ നടത്തി അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻസിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഹിയർ യു ക്യാൻ സീ റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ എന്താണ് ഈ വേർഡ്സ് എന്താണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. വാട്ട് ഡു യു മീൻ ബൈ റിഫ്ലക്സീവ് റിലേഷൻ, സിമിലർലി സിമ്മട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. For that we are taking an interesting example. Listen. A is equal to set of human beings in a town at a particular time. അല്ലേ? ഇപ്പോൾ എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ? We are focusing some human beings of a town at a particular time. അല്ല, ഒരു പ്രത്യേക സമയത്ത് ഒരു ടൗണിലുള്ള കുറേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു സെറ്റ് നമ്മൾ എടുത്തു. അപ്പോൾ ദർ മേ ബി ഡിഫറെൻ്റ് ഹ്യൂമൻ ബീയിങ്സ്. അതിന് നമുക്ക് ഹ്യൂമൻ 1, ഹ്യൂമൻ 2, ഹ്യൂമൻ 3 അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ H1, H2, H3 അങ്ങനെ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ഫോം ചെയ്യാം. So let A be the set H1, H2, H3, etc. ഇതിൻ്റെ മീനിങ് ആ ടൗണിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൗണ്ട്സ് അല്ലേ, H1, H2, H3 അങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡിഡ് ഹൗ ടു ഫോം ക്രോസ് പ്രോഡക്റ്റ്. A cross A. What is A cross A? H1, 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 H2, H1, H3 and so on. അങ്ങനെ പോകും. There will be infinite number of elements in A cross A because what? Number of elements in A is what? Is indefinite. കുറേ ഉണ്ടാവും. അതുകൊണ്ട് A cross Aയിലും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, ഇഷ്ടം പോലെ ഉണ്ടാവും. From this A cross A we are taking some elements to form a relation. ഇപ്പോൾ കുറച്ച് എലമെൻറ്റ്സിനെ നമുക്ക് എടുത്തിട്ട് റിലേഷൻ ഫോം ചെയ്യാം. ആൻഡ് നൗ ഐ ആം ഫോമിങ് എ റിലേഷൻ R as set xy such that x and y work at the same place. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ മെയിൻ പില്ലർ. ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് റിലേഷൻ, ഹൗ ഈസ് ഇറ്റ് സ്പെസിഫൈഡ് ഹിയർ ഓർ ഹൗ ഈസ് ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ഹിയർ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ടൈമിൽ ആ ടൗണിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് എല്ലാ എലമെൻറ്റ്സിനെ നമ്മൾ എക്സ് കോമ വൈ ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദ സെയിം പ്ലേസ്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സെറ്റ് അല്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ H1, H2 ആവാം, H1, H3 ആവാം, അങ്ങനെ എന്തും ആവാം. ഒരു പ്രത്യേക സ്ഥലത്ത് സെയിം സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എടുത്ത സെറ്റ് എങ്ങനെയാണ്? ഒരു ടൗണിലുള്ള എല്ലാ ആൾക്കാരും അല്ലേ, ആ ഒരു ടൗണിലുള്ള എല്ലാ ആൾക്കാരും നമ്മളെടുത്തു. അതിനകത്തുനിന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഈ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയാണ് അതിൻ്റെ ബാക്കി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. നൗ വി ആർ ടേക്കിംഗ് ദ ഹ്യൂമൻ ബീയിങ് H1 എന്ന് പറഞ്ഞ ആളെ കൺസിഡർ ചെയ്യാം. ഞാനിങ്ങനെ പറയുന്നു, H1 ആൻഡ് H1 ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. എന്നതിൻ്റെ മീനിങ് ദ ഹ്യൂമൻ H1 ആൻഡ് ദ സെയിം ഹ്യൂമൻ H1 ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ആശയ വ്യത്യാസം ഉണ്ടാവും, ആശയക്കുഴപ്പമുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. H1 ഈ പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. H1 ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തിനങ്ങനെ പറയുന്നതാണ്? മാത്തമാറ്റിക്കലി ഇറ്റ് ഇസ് ട്രൂ. അപ്പോൾ ഈ H1 ആൻഡ് H1 എന്നുള്ളത് ഈ റിലേഷനിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, H1, H1 ബിലോങ്സ് ടു R എന്ന് പറയാം നമുക്ക്.
അല്ലേ? ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ അഫ്രാക്കും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അഫ്രാക്കും ഒരേ ആളാണ്. രണ്ടും വേറെ വേറെ അഫ്രാക്കല്ല, രണ്ടും ഒരേ അഫ്രാക്കാണെന്ന് വിചാരിച്ചോ. അതേ അഫ്രാക്കും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് തെറ്റൊന്നുമില്ല അല്ല. ലോജിക്കലി ആലോചിക്കുമ്പോൾ എന്തിനെങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. സോ എനിവേ, H1, H1 ബിലോങ്സ് ടു R. അപ്പോൾ H1ൻ്റെ മുമ്പിൽ നമ്മളൊരു മിറർ വെച്ചാൽ അതേ H1നെ തന്നെ കാണും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ റിലേഷൻ നമ്മൾ പറയും റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയും. ദാറ്റ് ഇസ് ദിസ് ഹെഡിങ് റിഫ്ലക്സീവ്. അപ്പം എന്താ റിഫ്ലക്സീവ്? ഒരു റിഫ്ലക്ഷനാണ് അല്ലേ? ഒരു മിററിൽ കാണുന്ന പോലെ റിഫ്ലക്ഷനാണ്. അപ്പോൾ H1, ബിലോങ്സ് ടു R നമുക്കെന്ന് പറയേണ്ടി വരും. സോ R ഈസ് വാട്ട്? റിഫ്ലക്സീവ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന എക്സാമ്പിൾസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. Similarly, we are taking this element from A cross A or this relation R, H1, H2. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ H1, H2ൻ്റെ മീനിങ് എന്താ? H1 ഹ്യൂമൻ ബീയിങ് H1 അതുപോലെ മറ്റേ വേറൊരു ഹ്യൂമൻ ബീയിങ് H2, ദേ ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ് അല്ലേ? H1ഉം H2ഉം ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? H2 and H1 ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. രണ്ടും സെയിം അല്ല. ആദ്യം പറഞ്ഞ എങ്ങനെയാണ്? H1ഉം H2ഉം ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ എങ്ങനെ പറഞ്ഞത്? H2 and H1 ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. ബോത്ത് ആർ സെയിം. സോ ഇഫ് H1, H2 ഈസ് ബിലോങ്ങിങ് ടു ദ റിലേഷൻ R, ഓട്ടോമാറ്റിക്കലി H2 and H1 ആർ ഓൾസോ ബിലോങ്ങിങ് ടു ദ സെയിം റിലേഷൻ R. അപ്പോൾ ഇങ്ങനെ ജനറലൈസ് ചെയ്യുക. H1, H2 ബിലോങ്സ് ടു R ഇംപ്ലൈസ് വാട്ട്? H2, H1 ബിലോങ്സ് ടു R. അപ്പോൾ തിരിച്ചും മറിച്ചും പറയാം. H1, H2 ഉള്ളത് H2, H1ഉം തന്നെയാണ്. ഈ റിലേഷനിൽ പ്രശ്നം വരുന്നില്ല. സോ വാട്ട്? ദിസ് റിലേഷൻ ഈസ് സിമ്മട്രിക് റിലേഷൻ. അപ്പോൾ സിമ്മട്രി എന്ന് വെച്ചാൽ അങ്ങോട്ടും നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്നെല്ലാം പറഞ്ഞ പോലെ H1, H2 ഉള്ളത് H2, H1 തിരിച്ചും പറയാൻ പറ്റുന്നെങ്കിൽ സോ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് ആസ് വാട്ട്? Symmetric relation. Now we are taking two elements for the relation H1, H2 and H2, H3. What is H1, H2? Human being H1 and human being H2 are working at the same place അല്ലേ? അതാണ് ഇപ്പോൾ പറഞ്ഞത് H1, H2. ഇനി what is H2, H3? Human being H2 and human being H3 are working at the same place. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം മനസ്സിലായെന്താ? H1ഉം H2ഉം ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ്. H2ഉം H3യും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ്. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാപ്പൻസ് ആസ് വാട്ട്? ദ ഹ്യൂമൻ ബീയിങ് H1 ആൻഡ് H3 ആർ ഓൾസോ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ലേ? H1ഉം H2ഉം ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ്. H2ഉം H3യും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ ഹ്യൂമൻ ബീയിങ് H1 ആൻഡ് അതർ ഹ്യൂമൻ ബീയിങ് H3 ആർ ഓൾസോ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. അപ്പോൾ അതിൻ്റെ മീനിങ് H1 ആൻഡ് H3 ആർ വർക്കിംഗ് അറ്റ് ദ സെയിം പ്ലേസ്. സോ H1, H3 ബിലോങ്സ് ടു R. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ റിലേഷനെ പറയും ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് എന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ റിഫ്ലക്സ് റിലേഷൻ മീൻസ് വാട്ട്? ഒരു മിററിൽ കാണുന്ന പോലെ സെയിം തന്നെ H1ഉം H1ഉം ആറിലുണ്ടാവണം. H1 ഈസ് റിലേറ്റഡ് ടു H1 അല്ലേ? H1, H1 ബിലോങ്സ് ടു R. അതാണ് റിഫ്ലക്സീവ് റിലേഷൻ. സിമ്മട്രിക് എന്ന് പറയുമ്പോൾ H1 ഈസ് റിലേറ്റഡ് ടു H2 and similarly H2 is also related to H1. ഇങ്ങനെ വരുമ്പോൾ എന്താവും? സിമ്മട്രിക് ആവും. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ H1 and H2 are related, H2 and H3 are also related, then H1 must be related to H3
അങ്ങനെ വരുമ്പോൾ എന്താവും, അത് ട്രാൻസിറ്റീവ് ആവും. ഓക്കെ അല്ലേ, ട്രാൻസിറ്റീവ് ആവും. ഇനി നമ്മളിപ്പം പറഞ്ഞ 3 റിലേഷൻസും ഇങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ റിലേഷൻ ഏതായിരുന്നു, ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദ സെയിം പ്ലേസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദിസ് റിലേഷൻ സാറ്റിസ്ഫൈസ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, സിമ്മട്രിക് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എടുത്ത റിലേഷൻ ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ റിലേഷനെ നമ്മൾ എന്ത് പറയും, ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയും. സോ ദിസ് ആർ ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ എന്താ, ഒരു റിലേഷൻ ഇക്വിവാലൻസ് റിലേഷൻ ആവട്ടെ, കണ്ടീഷൻ എന്താ, ദ റിലേഷൻ ആർ ഈസ് സെഡ് ടു ബി ഇക്വിവാലൻസ് റിലേഷൻ if it satisfies these 3 conditions. R must be reflexive, R must be symmetric and R must be transitive. അങ്ങനെ വരുമ്പം ആ റിലേഷൻ എന്താവും, ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആകും. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, now we are taking another example for equivalence relation, or we have to check whether the given relation is equivalence or not. For that, let us take this example as C. Show that the relation R in the set A of all books in a library of a school given by R is equal to set of the form x comma y such that x and y have same number of pages is an equivalence relation. Question clear? You are given a set which is named as capital A. So what about the elements of this set A? Elements are books in a library of a school. ഒരു സ്കൂളിലെ, നമ്മുടെ സ്കൂളിലുള്ള ലൈബ്രറിയിലെ എല്ലാ ബുക്കുകളുടെയും സെറ്റാണ് ക്യാപിറ്റൽ എ. ഇപ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കണം, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ളതെല്ലാം ലൈബ്രറി ബുക്കുകളാണ്. കുറേ ബുക്കുകളുണ്ട്. അതിനകത്തുനിന്ന് ആ കുറേ ബുക്കുകളിൽ നിന്ന് നമ്മളെല്ലാം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതിനകത്ത് നിന്ന് കുറച്ച് ബുക്കുകളെ മാത്രം നമ്മൾ എടുത്തുകൊണ്ടൊരു സെറ്റ്, ഒരു റിലേഷൻ ഫോം ചെയ്യാണ്, ക്യാപിറ്റൽ ആർ. അതെങ്ങനത്തെയാ, ആർ ഓഫ് ദ എലമെൻറ്റ്സ് ആർ ഓഫ് ദ ഫോം എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അതെ അല്ലേ, അതായത് ഒരേ നമ്പർ പേജുകൾ ഉള്ള ബുക്കുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് സെറ്റ് ഈസ് നെയിംഡ് ആസ് ക്യാപിറ്റൽ ആർ. അപ്പം ചിലപ്പം ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന സെറ്റിലുള്ള ബുക്കുകളെല്ലാം ഫോർ എക്സാമ്പിൾ 100 പേജുകൾ വരെയുള്ള ബുക്കുകളായിരിക്കും, ഇങ്ങനെ പറയാം. വേണമെങ്കിൽ ചിലപ്പോൾ 200 പേജുകൾ വരെയുള്ള ബുക്കുകളായിരിക്കും, വാട്ട് എവർ ഇറ്റ് മേ ബി. സോ എന്തായാലും എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ഓർ റിലേഷൻ ക്യാപിറ്റൽ ആർ ആർ ഹാവിങ് സെയിം പേജ് നമ്പേഴ്സ്, ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ സോ വി ആർ ഫ്രെയിമിങ് ദ സെറ്റ് ക്യാപിറ്റൽ എ ആസ്, ഇങ്ങനെ പറയാം, ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് B1 B2 B3 ആൻഡ് സോ ഓൺ. വാട്ട് ഇസ് B1? ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3, അങ്ങനെ ബുക്ക് 4. കുറേ ലൈബ്രറിയിലുള്ള ബുക്കുകൾ തേച്ച് ഇതിനകത്തുണ്ടാവും. അപ്പോൾ അത് ഇൻഡെഫിനിറ്റാണ്, നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി അതിനകത്ത് നമ്മളെടുത്ത സെറ്റ് റിലേഷൻ ഏതാണ്, എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. ദിസ് റിലേഷൻ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ വി ആർ ടേക്കിംഗ് ദ ബുക്ക് B1. ഞാൻ പറയുന്നു B1 എന്ന് പറയുന്ന ബുക്കിനും B1 എന്ന് പറയുന്ന ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജസ് ആണുള്ളത്. B1 എന്ന് പറയുന്ന ബുക്കിൽ 50 പേജുകളുണ്ട്. B1 എന്ന് പറയുന്ന ബുക്കിൽ 50 പേജുകളുണ്ട് എന്ന് പറയാലോ. ഒരേ കാര്യം നമ്മൾ 2 കാര്യം പ്രാവശ്യം പറഞ്ഞത് മാത്രം അല്ലേ. ഈ B1 എന്ന ബുക്കും ഈ B1 എന്ന് പറയുന്ന ബുക്കും ഒരേ ബുക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
ഈ B1 തന്നെയാണ് ഈ B1. ഇതിനകത്ത് ഇപ്പോൾ 50 പേജസ് ഉണ്ടെങ്കിൽ ഇതിനകത്തും 50 പേജസ് ഉണ്ടാവും. തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? വിച്ച് മീൻസ് വാട്ട് B1, B1 ബിലോങ്സ് ടു ദിസ് ആർ. ഈ ആറിലുണ്ട്. എന്താ ഈ ആറിൽ പറഞ്ഞത്? എക്സ് വൈ വെച്ചാൽ എക്സിനും വൈക്കും ഒരേ പേജുകളാണുള്ളത്. അതേപോലെ B1നും ഒരേ പേജുകളുണ്ട്. സോ ദിസ് ലീഡ്സ് അസ് ദ പ്രോപ്പർട്ടി റിഫ്ലക്സീവ്. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നു? ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് നമുക്ക് പറയാം. Similarly, we are taking box B1 and B2. If B1 and B2 or B1, B2, this element, this is single element അല്ലേ? B1, B2 എന്ന് പറയുന്ന ആ ഒരു ഒന്നിച്ചുള്ള എലമെൻ്റ് ആണ് B1, B2. This element is belong to suppose B1, B2 is belong to this R. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ B1 and B2 have same number of pages അല്ലേ? B1, B2 എന്നത് ഇത് ക്യാപിറ്റൽ R എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അതിലുണ്ടാവേണ്ടതല്ല സെയിം നമ്പർ ഓഫ് പേജസാണ്. അപ്പോൾ B1, B2 അതിലുണ്ടാവണമെങ്കിൽ B1, B2 രണ്ട് ബുക്കുകൾക്ക് സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. B1 and B2 have same number of pages. തിരിച്ച് പറഞ്ഞാലും സെയിം അല്ലേ? B2 and B1 have same number of pages. ബുക്ക് B1നും ബുക്ക് B2നും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. ബുക്ക് B2നും ബുക്ക് B1നും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട്. രണ്ടും സെയിം തന്നെയല്ലേ? തിരിച്ചും മറിച്ചും പറഞ്ഞാൽ ഒരേ കാര്യമല്ലേ പറഞ്ഞത് നമ്മൾ. സോ വാട്ട് B1, B2 ബിലോങ്സ് ടു R, ദെൻ B2, B1 ഈസ് ഓൾസോ ബിലോങ്ങിങ് ടു R. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ കിട്ടി. R ഇസ് സിമ്മട്രിക്. അങ്ങനെ തിരിച്ച് പറയുമ്പം അത് സിമ്മട്രിക് പ്രോപ്പർട്ടി ആണ് വരും. സോ ദിസ് റിലേഷൻ ഈസ് എന്താണ്? സിമ്മട്രിക് ആണ്. Similarly, consider these two elements. Take B1, B2 and B2, B3 belongs to R. ആറിലുള്ള ഇതിനകത്തുള്ള രണ്ട് സെറ്റുകൾ, രണ്ട് എലമെൻറ്റുകൾ എങ്ങനെ എടുത്തു നമ്മൾ? B1, B2 അതുപോലെ B2, B3 എടുത്തു. എന്താ B1, B2 ആറിലുണ്ടാവണമെങ്കിൽ എന്താണ്? സെയിം നമ്പർ ഓഫ് പേജസ് അല്ലേ? പറഞ്ഞോളൂ. ബുക്ക് B1നും ബുക്ക് B2നും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട്. ഇതിൻ്റെ മീനിങ്ങോ? ബുക്ക് B2 ആൻഡ് ബുക്ക് B3 ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. ഇപ്പോൾ B1 എന്ന് പറയുന്ന ബുക്കിനും B2 എന്ന് പറയുന്ന ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട്. B2നും B3ക്കും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻഫർ ചെയ്യാം. ബുക്ക് B1നും ബുക്ക് B3ക്കും സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ടെന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു സംശയമില്ല അല്ലേ? അപ്പോൾ ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം? If B1, B2, B2, B3 belongs to R, then B1, B3 is also belonging to R എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇവിടെ രണ്ട് ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഒരു ബ്രാക്കറ്റേ വേണ്ടു. ഇത് രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ the relation given in the question capital R is equal to this one. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെ? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, സിമ്മട്രിക് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. സോ if a relation satisfies all these three properties, then we will say that this relation is equivalence relation. അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ equivalence relation എന്താണെന്നതിന് നമ്മൾ രണ്ട് എക്സാമ്പിൾ നോക്കി. ആ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. യെസ്, ഇനി നമ്മൾക്ക് ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റോറി പോലത്തെ രണ്ട് എക്സാമ്പിൾ എടുത്തു. ഇനി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. സി ദിസ് ക്വസ്റ്റ്യൻ. A is equal to set 1, 2, 3, 4, 5, 6, etc. up to 14. How many elements are here? 14 elements. Then what will be across A? 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 4, etc. 1, 14. Then 2, 1, 2, 2. അങ്ങനെ 2, 14, 3, 1, 3, 2, 3, 3, 3, 14. അങ്ങനെ പോയപ്പോൾ ലാസ്റ്റ് 14 ഉണ്ടാവും. എയിൽ 14 എലമെൻറ്റ്സ് ഉണ്ട്. സോ എ ക്രോസ് എയിൽ 14 × 14 അല്ലേ? 196. ഇത് മുമ്പ് പഠിച്ച കാര്യം ഇപ്പോൾ വെറുതെ സൂചിപ്പിച്ചത് മാത്രം. 196 എലമെൻറ്റ്സ് ഉണ്ടാവും. N of A cross A contains 196 elements. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഫ്രം ഹിയർ വി ആർ സെലക്ടിങ്
some elements only to form or to frame a relation as this. So what is our relation R here? Set of the form x comma y such that 3x minus y equal to 0. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് മാത്രം ഇവിടെ സെലക്ട് ചെയ്താൽ മതി. വാട്ട് ഹാപ്പൻസ് വെൻ എക്സ് ഈക്വൽ ടു 1, എക്സിന് 1 കൊടുത്താൽ 3 ഇൻറ്റു 1 3, 3 മൈനസ് വൈ ഈക്വൽ ടു 0 അങ്ങനെ വരും. സോ വൈ എന്തായിരിക്കണം? 3 ആയിരിക്കണ്ടേ? 3 മൈനസ് 3 അല്ലേ 0 വരിക. സോ വൈ മസ്റ്റ് ബി 3. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 3. അത് എടുത്തു. അത് ഇതിലുണ്ടാവും 1 3. ഓക്കെ. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താവും? 3 ഇൻറ്റു 2 6. 6 മൈനസ് 6 അല്ലേ 0 പോവാം. സോ വൈ ഈസ് ഈക്വൽ ടു 6 2 6. സിമിലർ 3 9 അല്ലേ? അങ്ങനെ 3 9 കിട്ടിയേ. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 3, 3 ഇൻറ്റു 3 9, 9 മൈനസ് 9 0. സോ വൈ ഈസ് ഈക്വൽ ടു 9. അതുപോലെ 4 12. സോ ഈ റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോമിലുള്ള റിലേഷനെ വി ആർ കൺവേർട്ടിംഗ് ഇൻ ടു റോസ്റ്റർ ഫോം. ദാറ്റ് ഇസ് ദിസ് വൺ. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 2 6 3 9 4 19. നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചു, ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിലും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി വി ഹാവ് ടു ചെക്ക് ദിസ് റിലേഷൻ ഓർ ദിസ് റിലേഷൻ, ബോത്ത് ആർ സെയിം അല്ലേ? വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് റിലേഷൻ ആൻ ഇക്വിവാലൻസ് റിലേഷൻ ഓർ നോട്ട്. ഇതാണ് നമ്മളെ ജോലി. അപ്പോൾ ഇക്വിവാലൻസ് റിലേഷൻ ആവണമെങ്കിൽ നമ്മളെന്ത് പറഞ്ഞു? ഇവിടെ പറഞ്ഞു ആർ മസ്റ്റ് ബി റിഫ്ലക്സീവ്, ആർ മസ്റ്റ് ബി സിമ്മട്രിക്, ആർ മസ്റ്റ് ബി ട്രാൻസിറ്റീവ്. എന്തായിരുന്നു റിഫ്ലക്സീവ്? നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ തന്നെ H1 ബിലോങ്സ് ടു ആർ അല്ലേ? ഇനി സിമ്മട്രിക്കിനോ H1 H2 ഉള്ളത് H2 H1 ആയിട്ട് വരണം. അതുപോലെ ട്രാൻസിറ്റീവിനാണെങ്കിൽ H1 H2 H2 H3 വരുമ്പോൾ H1 H3 വരണം. അത്ര തന്നെ. അപ്പോൾ ഇതിലേക്ക് വന്നാൽ ആദ്യം ഇക്വിവാലൻസ് റിലേഷൻ ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്സീവ് ആണോ നോക്കണം. റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ H1 H1 അല്ലെങ്കിൽ ഇവിടെ 1 1 അതിലുണ്ടാവണം അല്ലേ? ഇതിനകത്ത് 1 1 ഉണ്ടാവണം. ഇവിടെ നോക്കിയാൽ മതി. 1 1 ഉണ്ടോ? ഇവിടെ ഇല്ല അല്ലേ? 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. 1 1 ആറിലില്ല. 2 2 ഉണ്ടോ? ഇല്ല. 3 3 ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആറിൽ ഇവിടെ ഇല്ല. ഇവിടെ ആകെ എത്ര നമ്പറുള്ളൂ. സോ എന്തല്ല, ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല. അപ്പോൾ തന്നെ മനസ്സിലായി ദിസ് റിലേഷൻ ഈസ് നോട്ട് ഇക്വിവാലൻസ് നമുക്ക് അറിയാം. എങ്കിലും നമുക്ക് ബാക്കിയുള്ളതോട് ചെക്ക് ചെയ്യാമെന്ന് മാത്രം വെറുതെ. ഇത് സിമ്മട്രിക് ആയിരിക്കുമോ? സിമ്മട്രിക് ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ H1, H2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ H2, H1 ബിലോങ്സ് ടു ആർ ആവണം. ഇവിടെ നോക്കാം. വി ആർ ടേക്കിംഗ് 1 3 ബിലോങ്സ് ടു ആർ. അത് ക്ലിയർ അല്ലേ? 1 3 ആറിലുണ്ട്. അപ്പോൾ 3 1 അവിടെ ഉണ്ടാവണം. 3 1 ഉണ്ടോ? ഇല്ല. സോ 3 1 ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ആർ. ദെർഫോർ ആർ സിമ്മട്രിക് അല്ല. പിന്നെ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. 1 3 3 9 എടുത്തു. അത് അവിടെ ഉണ്ട്. 1 3 3 9 എടുത്തു. എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്താൽ 1 9 അവിടെ ഉണ്ടാവണം. 1 9 എവിടെ ഉണ്ടോ നോക്കൂ. 1 9 ഇവിടെ ഇല്ല. നോട്ട് ബിലോങ്ങിങ് ടു ആർ. സോ ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. സോ ദ റിലേഷൻ explained in set builder form R is equal to set xy such that 3x minus y is equal to 0 is not an equivalence relation. Equivalence relation അല്ല. കാരണം ഈ റിലേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, സിമ്മട്രിക് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ആ റിലേഷൻ ഒരു ഇക്വിവാലൻസ് റിലേഷനായി പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ അല്ലേ? യെസ്. നമുക്കിനി ഒരു എക്സാമ്പിളോടെ നോക്കി നിർത്താം. നോക്കാം. ലാസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. യെസ്, ദിസ് വൺ. യു ആർ ഗിവൺ എ സെറ്റ് 1 2 3 ആൻഡ് എ റിലേഷൻ സെറ്റ് 1 2 2 1. ചെറിയൊരു റിലേഷൻ. ഇതാണ് റിലേഷൻ. സെറ്റ് 1 2, 2 1. ഈ റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. എന്താ റിഫ്ലക്സിൻ്റെ പ്രോപ്പർട്ടി? സെയിം ആയിരിക്കണം. മിറർ വെച്ച പോലെ ആയിരിക്കണം അല്ലേ? എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ. അങ്ങനെ ആവണം. നേരത്തെ നമ്മൾ H1 H1 എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ B1 B1 എന്ന് പറഞ്ഞ പോലെ ആവണം, അല്ലെങ്കിൽ 1 1 എന്നാവണം. ഇപ്പോൾ എടുക്കാം. 1 1 ആറിലുണ്ടോ നോക്കൂ. 1 1 ആറിലുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ റിഫ്ലക്സീവ് അല്ല. പിന്നെ ബാക്കിയുടെ വെറുതെ നോക്കാമെന്ന് മാത്രം. 2 2 ഇല്ല.
3 ഒന്നും ആറിൽ ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തല്ല, ദിസ് റിലേഷൻ ഈസ് നോട്ട് റിഫ്ലക്സീവ് അല്ല. വളരെ ക്ലിയർ ആണ്. അതിന് സിമ്മട്രിക് ആവണമെങ്കിൽ നോക്കാം. അപ്പോൾ 1 2 ഇതിനകത്തുണ്ട് അല്ലേ, 1 2 ഉണ്ട്. 1 2 ബിലോങ്സ് ടു ആർ. അപ്പോൾ 2 1 അതിലുണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രം. യെസ്, ഓക്കെ. 2 1 ഈസ് ഓൾസോ ബിലോങ്ങിങ് ടു ആർ. 1 1 അതിലുണ്ട്, 2 1 അതിലുണ്ട്. വേറൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. 1 2 ഇതിനകത്തുണ്ട്, 2 1 ഇതിലുണ്ട്. വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് റിലേഷൻ ഈസ് വാട്ട്? സിമ്മട്രിക് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ ആവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നു 1 2 ബിലോങ്സ് ടു ആർ. ഓക്കെ, 1 2 ഉണ്ടാണ്. 2 1 ഈസ് ഓൾസോ ബിലോങ്സ് ടു ആർ, ഈസ് ഓൾസോ ബിലോങ്ങിങ് ടു ആർ. 2 1 അതിൽ ഉണ്ട്, 2 1 അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 1 1 അതിലുണ്ടാവണം. 1 1 ഉണ്ടോ നോക്കാം. 1 1 അതിനകത്തില്ല. സോ 1 1 ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ആർ. അപ്പോൾ ഇതെന്തല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. അപ്പോൾ ഇത് എന്താണ്? സിമ്മട്രിക് റിലേഷൻ മാത്രമാണ്. ഈ സിമ്മട്രിക് ഓൺലി, ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിലേഷൻ എന്താണെന്ന് മുമ്പേ പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് റിലേഷൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ റിഫ്ലക്സീവ് ആവാം, സിമ്മട്രിക് ആവാം, ട്രാൻസിറ്റീവ് ആവാം. ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ ആ റിലേഷന് നമ്മൾ എന്ത് പറയും? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ?